അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, 40-45 വർഷം മുന്നേ ഉള്ള ഗൾഫ് പെട്ടി കുറേ കാലമായിട്ട് ഇതാ മേലത്തെ തട്ടിൽ അന്ന് വന്നപ്പം തുറന്നിനി ഇല്ലയെന്ന് പറയുന്നില്ല, അതിനുശേഷം അടച്ചു വെച്ചാണ്. കുറേ കാലം മുന്നേയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അതിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 12 വർഷമായി. 12 വർഷവും ഇത് തുറന്നിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് വീട് വൃത്തിയാക്കൽ കലാപരിപാടികൾ നടക്കുമ്പോൾ എല്ലാം ഒന്ന് പൊട്ടിച്ച് തുറക്കുന്നുണ്ട്. എന്തൊക്കെ നിധികളാണ് കിട്ടുക നോക്കാട്ടാ. ഷർട്ട്, ഇത് മറ്റേ ഉർവശീന്റെ വെട്ടി അടിച്ചടക്കിയല്ലേനോട്ടാ. അപ്പോൾ ഇത് ആദ്യത്തത് 20 കൊല്ലം മുന്നേ ഉള്ള ട്രെയിനിങ് സെന്ററിൽ ബുക്കൗട്ട് പോകുമ്പോൾ ഇടുന്ന ഷർട്ടാന്നാ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കേ. എന്നാണ് അപൂർവ നിധിപ്പെട്ടി ഓർക്കുന്നത്. ടോർച്ചും എന്താണ് കത്തുമൊക്കെ ചാർജ് ചെയ്യുന്നതാണ്. മറ്റേതെന്നാ? ഓ, അത് എമർജൻസിയാ പണ്ടത്തെ അല്ലേ? ടേബിൾ ലാമ്പ്. ഇതെല്ലാം പുതിയ സൈസാണല്ല, ഒരുപാട് പഴക്കം തോന്നുന്നില്ല. അത് എമർജൻസിയാ? അങ്ങനെ കുറേ ഗൾഫ് എമർജൻസികളാണ് ഉണ്ടായത്. അത് മാറ്റി വെച്ചു. പിന്നെ ഡ്രസ്സുകളാണ്. ഇതെന്തോ പഴയ ഷാളെന്തോ ആണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റുകൾ. പിന്നെ സാരി, ഗൾഫ് സാരി. 45 വർഷം മുന്നേ ഉള്ള സാധനങ്ങളാണ്. ഇത് നമുക്ക് പുരാവസ്തു സൂക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഒരുപാട് സാരി, അന്നേരത്തെ വെള്ള സാരി, പ്യുവർ വൈറ്റ് സാരി ഉണ്ട്. അതായത് ഒരുപാട് മുന്നേ ആ സമയത്ത് ഉപയോഗിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ച് ആ പെട്ടിയിൽ വെച്ച് അടച്ച് ഒരു 10-20 വർഷത്തിൽ തുറക്കാത്ത പെട്ടിയാണ് കേട്ടോ. ഇത് പഴയ കുറേ സാരികളാണ്. നേരത്തെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിയത്. അത് അന്നേരം ഉടുത്തിട്ട് പിന്നെ ഉടുത്തെടുത്ത് മടുത്ത് അങ്ങനെ ഈ പെട്ടിൻ്റെ ഉള്ളിൽ കയറ്റി മേലെ വെച്ചതാണ്. സെറ്റ് സാരി, പണ്ടത്തെ മോഡൽ, നല്ല വീതി കരയുള്ളത്. ഈ സാരിക്ക് ഒരു 18 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഓറഞ്ച് സാരിക്ക്. അപ്പോൾ അതൊന്നും അന്നേരത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ നല്ല ട്രെൻഡ് മാറി വേണ്ടെന്നായപ്പോൾ ഇതിനുള്ളിൽ കയറ്റി വെച്ചത്. അങ്ങനെ ഇതാ ഒരു സാരിപ്പെട്ടി അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം എന്താന്ന്. ഇതൊക്കെ 10-20 വർഷം മുന്നേ ഉള്ള കുട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ടർക്കികളും, കുട്ടിക്കുപ്പായല്ല, ടർക്കി ബേബി പ്രൊഡക്റ്റ് ഐറ്റംസാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. കണ്ടാ, നല്ല ടർക്കി ഉണ്ട്, ഒന്നും പറ്റിയിട്ട. അന്നേരം ഉപയോഗിച്ച് അന്നേരം മടക്കി വെച്ച സാധനം. അടിപൊളി. പിന്നെ ഗൾഫ് സാധനം ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റുന്നുമില്ല. നല്ല സാധനമായിരിക്കില്ലേ, ഫോറിൻ ഐറ്റംസ്. അപ്പോൾ ഇനി അടുത്ത വെട്ടി എന്താണെന്ന് നോക്കാം. നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ ഇത് അറിയാൻ വേണ്ടിയിട്ട്. എന്താന്ന് ഈ കൊതുക് വല. ഇത് ഖാദീൻ്റെ കൊതുക് വലയാന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പണ്ട് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഇതെല്ലാം. പക്ഷേ ഈ പെട്ടിയൊന്നും ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം തുറന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താണ് അമൂല്യമായ നിധി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ എല്ലാം വീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. മാളുവാണെങ്കിൽ ട്യൂഷന് പോയിട്ടേ ഉള്ളത്. 2 പെട്ടി നമുക്ക് തുറക്കാനുള്ളത്. ഒന്നാമത്തെ പെട്ടിയാണ്. അപ്പോൾ അടുത്തതായിട്ട് എന്തോ കാര്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങളതാ എന്നാ ഇത് പണ്ടേ ഇട്ടില്ലെങ്കിൽ മാളും എത്ര നാൾ ഇടുമായിരുന്നു? 35 വർഷം മുന്നേ ഇതാ ഈ ഇരിക്കുന്ന ആക്ക് അവരച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടു കൊടുത്ത ജാക്കറ്റാണ്. പുത്തനായിട്ട് ഇപ്പൊ തിളങ്ങുന്ന രീതിയിൽ കിട്ടിയിട്ടില്ല. നാട്ടിലത് ഇടേണ്ട കാലാവസ്ഥ ഉണ്ടായിനാ? ഒന്നും പറ്റിയിട്ടില്ല. നല്ല അടിപൊളി സാധനം. ഇത് കണ്ടപ്പോൾ ഭയങ്കര നിരാശയാണെന്ന് തോന്നിയത്. കാരണം മാളുവിന് ഇത് മുന്നേ കിട്ടിയെങ്കിൽ നമ്മൾ ഇത്രയും നാളും പുറത്തായിരുന്നു, തണുപ്പിലെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ഈ പെട്ടി തുറന്നിട്ടില്ല. ഇപ്പം നമ്മൾ നാട്ടിലെത്തി. നാട്ടിലിതൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അതുപോലെ ഇതാ നല്ല ലേഡീസിൻ്റെ ജാക്കറ്റും ഉണ്ട്. അപ്പോൾ എനിക്കും വലിയ നഷ്ടം സംഭവിച്ചു. അല്ലെങ്കിൽ അച്ഛനിട്ട ജാക്കറ്റ് മോക്കും ഇടായിരുന്നു. അങ്ങനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അത്ര തന്നെ. അതാണ്ട് നല്ല സാധനം. നിങ്ങൾ പറഞ്ഞതിനോട്ടാ ഇതെൻ്റെ അമ്മേൻ്റെ കല്യാണ സാരിയാന്ന് പറ. 44 വർഷം മുന്നേ ഉള്ള അമ്മേൻ്റെ കല്യാണ സാരി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ അന്നത്തെ കാലത്തെ കല്യാണ സാരി. അങ്ങനെ അതും കിട്ടി.
അങ്ങനെ ഞാൻ ഒരു പെട്ടി തുറന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മാളൊരു ട്യൂഷൻ കഴിഞ്ഞു, സമയമായി. അപ്പം ഞാൻ അവളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അറിയില്ല, സർപ്രൈസാണ്. വഴി അതുപോലെ മേലെ വൃത്തിയാക്കുമ്പോൾ ഒരു വണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു മേലെ നിന്ന്. അപ്പോൾ അതും പിന്നെ പെട്ടി, അടുത്ത പെട്ടി അവൾ പോയിട്ട് സർപ്രൈസായിട്ട് തുറക്കാം, പിന്നെ അച്ഛനെ കിട്ടിയ ജാക്കറ്റൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കാം എന്ന പ്രതീക്ഷയോടെ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയും പിടിച്ചിട്ടുണ്ട്, പെരുമഴ പെയ്യുമെന്ന് അറിയില്ല. നിങ്ങളെ കിട്ടുന്നില്ല, ഞാൻ കോടിയും എടുത്തിട്ടാ. ഭയങ്കര മഴ, കോടി എടുക്കാണ്ട വന്നത്. അപ്പത്തേക്ക് നല്ല പെരും മഴ പെയ്ത്, അതുകൊണ്ട് ഇവിടുന്ന് കോട വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ്. പോവാന്നേ, നടക്ക്. ഈ മഴയത്ത് പോരാ. എന്നാ സർപ്രൈസ് തന്നെ. എന്തായത് ഇഷ്ടപ്പെട്ടിട്ടേ കാലൊഴുകെ. മറ്റേത് തുറന്നപ്പോ ഒരു സാധനം കിട്ടി, അച്ഛന്റെ പണ്ടത്തെ ജാക്കറ്റ്. അതാ ആ വൈറ്റ്. ഇത് മാളൂനും ചെറുതായി പോയാ. അച്ഛൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, അച്ഛൻ ചെറുപ്പത്തിലുണ്ടായത്. ആ എന്താ സ്റ്റൈല് കാണാൻ. ഇങ്ങോട്ടോക്ക്, കറക്റ്റ് അതിനോട്ടാ. ഇങ്ങോട്ടോക്ക്, അത് എമർജൻസി. ഇത് അടുത്ത വെട്ടി പിടിക്കുന്ന ഇത് മറ്റേത് പച്ച എന്നാ പട്ടാള കമ്പിളി. കമ്പിളി കണ്ടിട്ട് പിണങ്ങിപ്പോയി ഗൈസ്. എത്രയോ വർഷം പഴക്കമുള്ളത് പൊടിച്ചുപോയി. എന്നത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളയോ വാച്ചോ എന്താണെന്നാണ് പറഞ്ഞത് കേട്ടാ. അടിപൊളി സാധനം. മലയാളത്തിലെ ഏറ്റവും വലിയ നോബൽ അവകാശിക്കുന്നു. 1986 ഡയറി. പഴയ ചാവി കീ ചെയിൻ വന്നിട്ടാ. ഏതായാലും മാളും ആകെ മൂഡ് ഓഫായി, കാരണം അവൾക്ക് സർപ്രൈസ് ആയിട്ട് ഒന്നും കിട്ടിയില്ല. ആദ്യത്തെ പെട്ടി ഓർക്കുമ്പോൾ ആണെങ്കിൽ പിന്നെയും സർപ്രൈസ് ആയേനെ. രണ്ടാമത്തേൽ പിന്നെ വെറും കമ്പിളി മാത്രം ആയതുകൊണ്ട് ആളങ്ങ് പിണങ്ങി. ഞാൻ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ പരിഭവം. അച്ഛൻ്റെ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടിനി, പക്ഷെ അത് ഇനി ഇടാൻ അവസരമില്ലല്ലോ, അതുകൊണ്ട് അതിനും വലിയ സന്തോഷമില്ല. നല്ല മഴയാണല്ലോ, ഭയങ്കര മഴയാണ്. നമ്മൾ ഈ അമൂല്യമായ പെട്ടി തുറക്കുമ്പോഴത്തേക്ക് പുറത്ത് തിമിർത്ത് മഴ പെയ്യുന്നുണ്ട്. റെഡ് അലേർട്ടാണ്, വെള്ളമൊക്കെ ഇതാ കെട്ടി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ കാലവർഷം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ മഴ ഇങ്ങിയ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിച്ചു ഇന്നത്തത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.